എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചിപ്പിമോള് ഇഷിതയോട് ചോദിച്ചു, അല്ല സൂരജേട്ടൻ ഇഷിതാമയെന്ന് വിളിക്കുന്നല്ലേ, അന്നെങ്കിൽ ഫ്രണ്ടിനെ എന്റെ മുതല് ഞാനും അങ്ങനെ ഇഷിതാമയെന്ന് വിളിക്കട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ട് സൂരജവും പറഞ്ഞു, അല്ല ഞാൻ ഇഷിതാമെന്നല്ലേ വിളിക്കുന്നത്, അന്ന് ഒരു കാര്യം ചെയ്യാം, ചിപ്പിമോള് മമ്മീന്നോ അങ്ങനെ എന്തേലും വിളിക്കാൻ പറയണം. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു, അയ് മമ്മീന്ന് വിളിക്കുന്നതിൽ എവിടെയാടാ അമ്മയുള്ളതെന്ന് ചോദിക്കോ. അത് ശരിയാ, എന്നാലും രണ്ടും ഒന്ന് തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല അല്ലെങ്കിൽ വേണ്ട, ഷിയാമയെന്ന് വിളിച്ചാൽ മതി, എങ്ങനെ വെച്ചാൽ ഷിയാമ നല്ല അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു, അത് ശരിയാ, ഷിയാമ നല്ല എന്ന് പറയണം. ഷിയാമയെന്ന് വിളിക്കുവാണെങ്കിൽ അതിനകത്ത് ഷിയ എന്ന് പറഞ്ഞിട്ട് എന്താ, ഷീ എന്ന് പറഞ്ഞ അവള്, അവൾ അമ്മയാണ് ഷിയാമ്മ, അവൾ അമ്മയാന്ന, അമ്മയല്ലെന്ന് പറയുന്നില്ല, അമ്മയാന്ന്. ഇത് കേട്ടത് ഒരു നിമിഷം ഒന്ന് ഇഷിത ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. കാരണം കുഞ്ഞാണെങ്കിൽ അവൻ പറഞ്ഞ അവന്റെ മുത്തശ്ശി എപ്പോഴും തന്നെ കുറ്റപ്പെടുത്തുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്, തന്റെ മനസ്സൊരിക്കലും വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ചിപ്പിമോള് ഷിയാമ്മയെന്നും വിളിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട്. ഈ സമയം രജനി ആകാശം കൂടെ കോടതിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുവാ. അയ്യോ ഇവിടെയെങ്കിലും കാണുന്നില്ലോ, ചിപ്പിമോളെ ഇവിടെയും കാണുന്നില്ലോ എന്ന് പറയാൻ. നീ അവിടെ നോക്ക്, അവിടെ കാണുന്നു പറയാ. അവൾ എവിടെ പോകാനാന്ന് നോക്കും. പിന്നീട് ആകെപ്പാട് ടെൻഷൻ അടിച്ച് രജനി അവിടെയൊക്കെ നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ചിപ്പിമോളും കൂടെ വേറൊരു ചിറങ്കൊച്ചും ഇഷിതയുടെ ചുറ്റും കിടന്ന് ഓടിക്കളിക്കുന്നത്. ദേ അവിടെ നിൽക്കുന്നുണ്ട്. ഭാഗ്യം, ഞാൻ ആകെപ്പാട് ടെൻഷൻ അടിച്ചു പോയി. ഇനി ആ മഹേഷ് എങ്ങാനും കൊണ്ടുപോകുന്ന ഓർത്തിട്ട്. എവിടെ, അവൻ എങ്ങനെ കൊണ്ടാനാ, അവൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൻ അകത്താവെന്ന് പറയണം. ഈ സമയം മഹേഷ് വക്കീലിനോട് പറഞ്ഞു, അതേ വക്കീലെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മോളെ ഇന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. പക്ഷെ എനിക്ക് അവളെ കിട്ടിയില്ല. പക്ഷെ അടുത്ത തവണ അങ്ങനെ ആയിരിക്കരുത്, എൻ്റെ മോളെ എനിക്ക് കിട്ടണമെന്ന് പറയാം. ഇത് കേട്ട് ഞാൻ വിവേക് പറഞ്ഞു, അതെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന മഹേഷ്, നീ ധൈര്യമായിട്ടിരിക്കുക, ചിപ്പി മോളെ എന്താളും നമുക്ക് കിട്ടുമെന്ന് പറയാണ്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ അങ്ങ് സംസാരിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ചിപ്പിമോള് സൂരജും ഇഷിതയുടെ ചുറ്റും കിടന്ന് ഓടിക്കളിക്കുന്നത്. ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലാണ്. തെങ്ങ് നോക്കി, കോടതി വെളുപ്പിൽ അവള് വന്നോ, അവൾക്ക് വേറെ ഒരു പണിയില്ലേ, ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് പോലും, എന്നിട്ട് അവള് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ. ഇത് കേട്ടതും വിവേക് പറഞ്ഞു, നീ എന്ത് വർത്താനാ മഹേഷി പറയണേ, അവളൊരു നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, കണ്ടില്ലേ ചിപ്പിമോൾ എത്ര സന്തോഷത്തിലാന്ന് നോക്കിയേ, ഇഷിത ഡോക്ടർ അടുത്തുള്ളപ്പോ. നിനക്ക് ഈ സന്തോഷം കൊടുക്കാൻ ഇപ്പൊ പറ്റുമോ, ഇല്ലല്ലോ. അപ്പൊ ഞാൻ നോക്കിയ ഡോക്ടർക്ക് ഒരു നന്ദി പറയണ്ട നീ ഇപ്പൊ ചെയ്യണ്ടേ, അതിന് പകരം നീ ഡോക്ടറെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യണ്ടേ. അവള് കാരണമല്ല സംഭവിച്ചേ, അവൾ ഒറ്റയൊരുത്തിയാ എന്നെ നീ കുഞ്ഞിനെ അടർത്തി മാറ്റിയെന്ന് പറയണം. ഇനി അപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്താണല്ലോ ഇഷിത ഡോക്ടർ കൂടെയാന്ന് വിവേക് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ ആകാശും രചനയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയം ആകാശ് രചനയോട് പറഞ്ഞു, അതെ എന്താണെങ്കിലും ചിപ്പി ഇഷിതയുടെ അടുത്താ നിൽക്കുന്നത്, ഇപ്പൊ തൽക്കാലത്തിന് ഇഷിതയുടെ പിണക്കാനൊന്നും പോണ്ട, അവളെ കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളും ഉണ്ട്. തൽക്കാലത്തേക്ക് അവളെ പിണക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് പറയാണ്. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി എന്ന് പറയാം. അത് ശരിയാന്ന് പറയണം. അങ്ങനെ അവരെന്ത് ചെയ്യണം, ആ കളിച്ചിരികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മഹേഷും വിവേകും കൂടെ ഇങ്ങോട്ട് വരുന്നത്. മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ആകാശ് പറഞ്ഞു, അല്ല രചനെ, ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ടേന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് രചനയെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. രചന ഇച്ചോടങ്ങ് ചേർന്ന് നിന്നു ആകാശിന്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അതെ ഈ കോടതിയിലേക്കൊക്കെ തോറ്റു തുന്നം പാടി വരുന്നവരെ എന്താ നമ്മൾ വിളിക്കുന്നത്, തോൽവി എന്നല്ലേ വിളിക്കണ്ടേ. കോടതിക്ക് തന്നെ വ്യക്തമായി നമ്മുടെ നിരപരാധിത്വം എന്താന്ന്. അതെ കോടതിയിൽ എപ്പോഴും സന്മനസ് ഉള്ളവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാത്തവർക്കൊന്നും ജയിക്കാൻ പറ്റില്ല. തോൽവികൾക്ക് എന്നും പരാജയം മാത്രമായിരിക്കും സംഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനെ കളിയാക്കുവാണ്. മഹേഷ് നല്ല ദേഷ്യം വന്നു. ഇവൻ ഇനിയാണെന്ന് പറഞ്ഞിട്ട് കൈ ചുട്ടി അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് വിവേക് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു. മഹേഷ് നീ എന്താ കാണിക്കാൻ പോണേ, അടങ്ങി നിൽക്കാൻ പറയണം, ഇവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയണം. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇഷിത ആ കാഴ്ച കാണുന്നത്. മഹേഷും അവരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. ഇതേ ചിപ്പിമോളെ എൻ്റെ ഡാഡി അതേ വന്നിരിക്കുന്നു പറയണം. ആ ഡാഡി എന്ന് പറഞ്ഞൊരു ചിപ്പിമോളെ അത് കണ്ട മാത്രമല്ല ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ഓടി ചെന്ന് മഹേഷിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. മഹേഷിന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഇഷതയ്ക്ക് നല്ല സങ്കടമായിപ്പോയി. കാരണം ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകാശിന്റെ രചനയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതേ ഡാഡി നമുക്ക് പോയാലോ, ഞാൻ ഡാഡിയുടെ വരുവാ, ഞാൻ വേറൊരിടത്തേക്കും പോകുന്നില്ല, എനിക്ക് ഡാഡിയുടെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പൊട്ടിക്കരയണം. മഹേഷിന് എന്ത് ചെയ്യണം നടത്തില്ല. മഹേഷിന് വല്ലാത്തൊരു വീർപ്പൂട്ടലായിപ്പോയി. ചിപ്പിമോളാണെങ്കിൽ തന്നെ കൊണ്ടുപോകണം ഒറ്റ വാശിക്ക് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് മഹേഷ് എന്ത് ചെയ്യണം, കുഞ്ഞിനെ കോരിയെടുത്ത് ഉമ്മ വെക്കാനായിട്ട് അങ്ങ് തുണക്കി കഴിയുമ്പോഴത്തേനും ആകാശ് വീഡിയോ എടുക്കുകയാണ്. ഒരു നിമിഷം പെട്ടെന്ന് മഹേഷ് കുഞ്ഞിനെ താഴേക്ക് അങ്ങോട്ട് നിർത്തുക. ഇഷ്യൂതി ഓർത്തത് എന്താ കുഞ്ഞിനെ താഴേക്ക് നിർത്തിയെന്ന് ഓർത്ത് നോക്കിക്കഴിയുമ്പോൾ ആകാശ് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ നിന്നിട്ട് വീഡിയോ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങുകയാണ്. കാരണം ഇതൊരു തെളിവായിട്ട് കോടതിയെ ഹാജരാക്കാനായിട്ട്.
ഇഷതിക്ക് മനസ്സിലായി ആകാശ് ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള പുറപ്പാടാ, അതുകൊണ്ടാണ് കുഞ്ഞിനെ താഴെ നിർത്തിയത്. പിന്നീട് ഒന്നും മിണ്ടാതെ മഹേഷ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ചിപ്പിമോള് പുറകെ ചെന്നു. ഡാഡി പോവല്ലേ ഡാഡി, എന്നെ കൂടെ കൊണ്ടുപോകാനും പറഞ്ഞിട്ട് പുറകെ ഓടിച്ചെല്ലുക. മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മഹേഷ് ഒന്നും മിണ്ടിയില്ല, തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. കാറിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കുഞ്ഞ് വിടാൻ ഭാവമില്ലായിരുന്നു. കുഞ്ഞ് പുറകെ തന്നെ കൂടി. കുഞ്ഞ് കാറിന്റെ ഒപ്പം തന്നെ ഓടുകയാണ്. പെട്ടെന്ന് ആയ ചെന്ന് ചിപ്പിമോളെ ഇങ്ങോട്ട് വിളിക്കുക. ബാ ചിപ്പിമോള് വരാൻ പറയണേ. ഇല്ല ഞാൻ വരത്തില്ല, ഞാൻ ഡാഡിയോട് പോകുന്നു പറഞ്ഞ് നിൽക്കുക. പിന്നീട് ഒരു വ്യക്തി സൗദാമിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ചിപ്പിമോള് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിപ്പിമോൾ ഓടി വന്നിട്ട് ഇഷതിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അത് ഷിയാമ്മ, ഇത് കൊണ്ട് ഡാഡി പോയി, എന്നെ ഡാഡി കൊണ്ടുപോയില്ല, ഷിയാമ്മ എന്നെ കൊണ്ടുപോവാ, ഞാൻ ഷിയാമ്മയുടെ കൂടെ വരാം, എനിക്ക് ഷിയാമ്മയുടെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. ഈ സമയത്ത് ആകാശ് പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കി. അയ്യോ നമുക്കൊരു പാർട്ടി ഉണ്ട്, പോകാൻ സമയമായി. ഒരു കാര്യം ചെയ്യും, ആയോടും ഇത് ചിപ്പിമോളോടും കൂടെ ഒരു ടാക്സി വിളിച്ച് വരാൻ പറ, എന്നിട്ട് വാ നമുക്ക് പോകാന്ന് പറയണം. അല്ല ആകാശ, കുഞ്ഞിനെ ഇവിടെ വിട്ട് നമുക്ക് കൊണ്ടായാലോ? വേണ്ട വേണ്ട, അതൊന്നും ശരിയാവത്തില്ലെന്ന് പറയാണ്. കുഞ്ഞിനെ അതിന്റെ ആയ കൊണ്ടുവന്നോളും എന്ന് പറയാണ്. പെട്ടെന്ന് വന്ന് കയറാൻ നോക്കാൻ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് പോയി കാർ സ്റ്റാർട്ട് ചെയ്തു. രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രചന പതുക്കെ ഇഷിതയുടെ അടുത്തേക്ക് എല്ലുവാണ്. ഇഷിത കേട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷിതയ്ക്ക് മനസ്സിലായി. ഇഷിതയുടെ അടുത്തിട്ട് അങ്ങ് ചെന്നിട്ട് ചിപ്പിമോളോട് പറഞ്ഞു, അതെ ചിപ്പിമോളെ, അതെ അമ്മ പോവാട്ടോ, മോളൊരു കാര്യം ചെയ്യുക, ആയമ്മേനും കൂട്ടി ഒരു ടാക്സിക്ക് വന്നേക്കാൻ പറയണം. പിന്നീട് സൗദാമ്മയോട് പറഞ്ഞു, മോളെയും കൂട്ടി ഒരു ടാക്സിക്കാരൻ അങ്ങോട്ട് പോരെ, ഞങ്ങൾ പോയേക്കുവാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അല്ല എങ്ങോട്ടാ അത് ധൃതിക്ക്? കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇപ്പൊ കുഞ്ഞിനെ വേണ്ടേന്ന് ചോദിക്കാം. അത് പിന്നെ ഒരു പാർട്ടി ഉണ്ട്, അതിനു വേണ്ടി പോണം. എന്ത് പാർട്ടിയാ? ആഘോഷമാണെന്ന് ചോദിക്കാം. കുഞ്ഞിനെ തിരികെ കിട്ടിയെന്നെ. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാന്ന് കണക്ക് കൂട്ടാ. ഓ കൊള്ളാലോ, കുഞ്ഞില്ലാതെ കുഞ്ഞിന്റെ പാർട്ടി വെക്കുന്നു, നല്ല കഥയായി എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മിണ്ടാതെ രചന അങ്ങോട്ട് പോവാണ്. ഇഷ്ടതയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ചിപ്മോള് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് പോവണ്ട, എനിക്ക് ഒരിടത്തേക്കും പോകണ്ട, എനിക്ക് ഷിയാമ്മയുടെ കൂടെ വന്നാൽ മതി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇഷ്ടതയ്ക്ക്. അവസാനം ഇഷ്ടത പറഞ്ഞു, ബാ മോളെ ഞാൻ കൊണ്ടേ ആക്കാന്ന് പറയാണ്. അങ്ങനെ കാറിലേക്ക് കയറ്റി. ഈ സമയം ആകെപ്പാട് ടെൻഷൻ അടിച്ച് മഹേഷ് ഡ്രൈവ് ചെയ്യാണ്. വിവേക് ചോദിച്ചു, അല്ല ഇതുവരെയായിട്ട് നീ ആ കോടതിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേന്ന് ചോദിക്കും. എന്ത് ചെയ്യാനാ, എന്റെ മനസ്സിൽ നിന്ന് അത് പോകുന്നില്ല. കോടതിയല്ല എന്റെ മനസ്സിൽ കിടക്കുന്നത്, അവന്റെ വെല്ലുവിളികളാണ് ആ ആകാശിന്റെ. അവനെ ഞാനങ്ങനെ വെറുതെ വിടണമെന്ന് ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ എന്റെ കുഞ്ഞിനെയാണ് തട്ടിയെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അവൻ ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പം വിവേക് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ സെന്റിമെന്റ്സ് അടിക്കുന്നത്? കുഞ്ഞിനെ നിനക്ക് തന്നെ തിരിച്ചു കിട്ടും, നീ ആത്മവിശ്വാസത്തോടെ പെരുമാറ്. അവൻ അങ്ങനെ എന്തെങ്കിലും കാണിച്ചെന്ന് ഓർത്തോണ്ട് ദേ ഒരിക്കലും നിന്റെ കുഞ്ഞല്ലാതാവുന്നില്ല, നിനക്ക് നിന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് പറയാം. എനിക്കെന്തായാലും എന്തോ ഞാൻ എന്റെ വീട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ട് എല്ലുമെന്ന് പറഞ്ഞിട്ടാ പോന്നിരിക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാന്ന് പറയണം. അതെ ആ കേസൊക്കെ വിടാൻ പറയണം. അപ്പത്തേനുമാണ് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് മെസ്സേജ് വിട്ട വേറെ ആരും ആയിരുന്നില്ല. ആ മെസ്സേജ് വിട്ട ആള് ഇഷിതയായിരുന്നു. കാരണം ഇഷിതയ്ക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. ചിപ്പിമോളെ എടുക്കാനായിട്ട് മഹേഷ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് വീഡിയോ പിടിച്ചെന്ന് പറഞ്ഞോണ്ടാ കുഞ്ഞിനെ നിലത്തേക്ക് നിർത്തിയത്. അപ്പൊ അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്നൊരു മെസ്സേജ് അയച്ചു. അതെ കോടതി വെളുപ്പ് വെച്ച് കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആര് വന്ന് വിളിച്ചാലും ആരെന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും കുഞ്ഞിനെ എടുത്ത് ഉമ്മ വെക്കുക ചെയ്യണ്ടേ, അത് നിങ്ങളുടെ കുഞ്ഞാ. കുഞ്ഞിനെ എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ആരും നിങ്ങളെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലെന്ന് ഈ മെസ്സേജ് അങ്ങ് ടൈപ്പ് ചെയ്താ അയച്ചു വിടുന്നേ. കാർ ഡ്രൈവ് ചെയ്യുന്നോണ്ട് വിവേകാണ് ആ മെസ്സേജ് വായിച്ചേ. ഇത് വായിച്ചു കേട്ട് മഹേഷ് പറഞ്ഞു, ഇത് അവളായിരിക്കുമല്ലേ? അതെ ആ അജ്ഞാത. ഇത് കേട്ടുകഴിഞ്ഞപ്പോ വിവേക് പറഞ്ഞു, നീ എന്തിനാ ഇതേ ടെൻഷൻ അടിക്കുന്നേ? ടെൻഷൻ അടിക്കുന്നതല്ല, കോടതി വളപ്പിൽ അവിടെ ഉണ്ടായിരുന്നായിരിക്കണം. ആരായിരിക്കും എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നേ? ഇങ്ങനെ മെസ്സേജ് അയക്കണമെങ്കിൽ ഒന്നെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഒരിക്കലും ഒരു ശത്രുക്കൾ ഇങ്ങനെ അയക്കില്ല. എന്നെ സ്നേഹിക്കുകയോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഉപദേശിക്കുകയും ചെയ്യുന്ന ആരോ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടെന്ന് വിവേക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതാ ഇഷിത ഡോക്ടർ ആയിരിക്കും എന്ന് പറയാം. പിന്നെ അവളൊന്നും അല്ലെന്ന് പറയും. ഞാൻ പറഞ്ഞ എന്താ നിനക്ക് വിശ്വാസം വരാത്തെ? ശരിയായിട്ടുള്ള കാര്യമാ, ഇതാ ഡോക്ടർ തന്നെ ആയിരിക്കും, വേറെ ആരും ഇങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയണം. അന്ന് നമുക്ക് ഇപ്പൊ തന്നെ കോടതിയിലേക്ക് പോയി നോക്കാം, അവിടെ ആരോ ഉള്ളതെന്ന് അറിയത്തില്ലോ എന്ന് പറയാണ്. അങ്ങനെ അപ്പൊ തന്നെ കാറ് തിരിച്ചുവിട്ട് കോടതിയിലേക്ക് വരുവാണ് അവര്. അങ്ങനെ കോടതി വന്ന് അവിടെ നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. വിവേക് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇഷ്ട ഡോക്ടർ ആയിരിക്കും ഇത് ചെയ്തതെന്ന്, വേറെ ആരും ചെയ്യത്തില്ല. ചിപ്പിമോളെ കുറിച്ച് മാത്രമല്ലേ എപ്പോഴും വരുന്ന മെസ്സേജിനകത്തുള്ളത്. അതിനർത്ഥം എന്താ? ഡോക്ടർ ചിപ്പിമോളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയണം. ആ സമയത്താണ് ഹോസ്പിറ്റലിലെ നേഴ്സ് നിൽക്കുന്നുണ്ട്. അതും ഇഷിത ഡോക്ടറുടെ കൂടെയുള്ള നേഴ്സ്. ഇതെങ്ങനെ നിൽക്കാതെ ആ നേഴ്സല്ലേ നിൽക്കുന്ന മഹേഷ് ചോദിക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ശരിയാണ്. ആഹാ, ഒരു പക്ഷെ ഇനി അവരായിരിക്കും മെസ്സേജ് അയക്കുന്നേ. അങ്ങനെ അയക്കാൻ വഴിയില്ലെന്ന് വിവേക് പറയണം. അവർക്ക് എന്തിന്റെ ആവശ്യമാണ്? എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് പറയണം. പെട്ടെന്നാണ് അവര് ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യുന്നുണ്ട്. നോക്കിക്കോ, മിക്കവാറും എനിക്കാണെങ്കിൽ ഇവളെ അയക്കുന്നെങ്കിൽ ഇപ്പം മെസ്സേജ് എനിക്ക് വരുമെന്ന് പറയാം. അപ്പൊ തന്നെ ഫോണിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നു.
അപ്പൊ ഇവള് തന്നെയാണോ തനിക്ക് ഇത്ര സമയം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഓ ഇപ്പം മെസ്സേജ് അയച്ച ആരാന്നറിയാൻ വേണ്ടിട്ട് കോടതി വെളുപ്പിക്കൂടെ ചുറ്റി കഴിച്ച് നടക്കുമായിരിക്കില്ലേ, വെറുതെ നടക്കണ്ട, എന്നെ ഒന്നും കാണാൻ കഴിയില്ലെന്നും പറഞ്ഞായിരുന്നു മെസ്സേജ്. ഓഹോ, അപ്പൊ അവള് തന്നെ എന്റെ പിന്നില്, ഇന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ നേഴ്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് മഹേഷ്, നീ എന്താടി കരുതിയിരിക്കുന്നേ? നിന്നെ ഒരിക്കലും ഞാൻ കണ്ടുപിടിക്കില്ലെന്നാ, നിന്റെ അഭ്യാസം ഇന്നത്തോടുകൂടി ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ചീത്ത പറയാണ്. അവർക്കൊന്നും മനസ്സിലായില്ല, ഇതെന്താ പോലും ഇങ്ങനെയൊക്കെ പറയണേ. ആ മഹേഷ് സാറേ, സാർ എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം. നിനക്കൊന്നും മനസ്സിലായില്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. പെട്ടെന്ന് വിവേകം കൊണ്ട് വിളിച്ച് മാറ്റി നിർത്തി മഹേഷിനെ. എന്താ എന്താ മഹേഷ് കാണിക്കണേ, ഇങ്ങനെയൊക്കെയാണ് അവളോട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളോട് മാറി നിൽക്കാൻ പറയാണ്. അങ്ങ് മാറ്റിക്കൊണ്ടേ നിർത്തി. പിന്നീട് അവരോട് എന്ന് ചോദിച്ചു, അല്ല എനിക്കൊരു കാര്യം അറിയാണ്ടെന്ന് പറയും. എന്താ കാര്യം? അല്ല അത് പിന്നെ നിങ്ങളിപ്പം മെസ്സേജ് അയച്ചോ? ഞാൻ മെസ്സേജ് അയച്ചു, അത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കേസ് ഒന്നുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചെന്ന് പറയാനായിട്ട് എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ചാന്ന് പറയണം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ആ മെസ്സേജ് ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ആ മെസ്സേജ് കാണിച്ചു. ആ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിവേകിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിവേക് ആ മെസ്സേജുമായിട്ട് നേരെ മഹേഷിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഇങ്ങ് നോക്ക്, ഇത് നിനക്ക് അയച്ച മെസ്സേജ് ഒന്നും അല്ല, അവർ അവരുടെ ഫ്രണ്ടിന് അയച്ച മെസ്സേജാ, വെറുതെ അവരെ തെറ്റിദ്ധരിച്ച് നീ പോയിട്ട് സോറി പറയാൻ പറയാണ്. അങ്ങനെ ചെന്നിട്ട് മഹേഷ് എന്ന് അവരുടെ അടുത്ത് പറഞ്ഞ് സോറി എന്ന് പറയാണ്. അറിയാതെ പറ്റിപ്പോയതാന്ന് പറയണേ. അങ്ങനെ ഫോണും കൊടുത്തിട്ട് അങ്ങ് തിരിഞ്ഞു വരുന്ന സമയത്ത് നേഴ്സ് വിളിച്ചു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോളെ ഇനി എനിക്കൊന്ന് നന്നായിട്ട് സ്നേഹിക്കാൻ നോക്ക്, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടത് മഹേഷിന് വല്ലാത്തൊരു സങ്കടവും ടെൻഷനൊക്കെ ഉണ്ടായി. എല്ലാരും തന്നെ ഇങ്ങനെ പറയുവാണല്ലോ എന്നൊരു ചിന്ത. ആ സമയം ഇഷിത കുഞ്ഞിനെയും കൊണ്ട് നേരെ ചെല്ലുന്ന ചിപ്പമ്മളുടെ വീട്ടിലേക്കായിരുന്നു, രചനയുടെ വീട്ടിലേക്കായിരുന്നു. പിന്നീട് സൂരജ് മോനോട് പറഞ്ഞു, മോൻ ഇതിനകത്തിരിക്കുക, ഞാനേ മോളെ കൊണ്ട് അകത്ത് വിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സൗദാമിനിയുടെ ഭാഗത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്ത് നിന്നപ്പോൾ ചോദിച്ചു, മോളുടെ മുറി ഏതാ? മോളിലാന്ന് പറയണം. അങ്ങനെ ചിപ്പിമോള് കൊണ്ട് മുറി കാണിച്ചു കൊടുക്കുകയാണ്. ആഹാ കൊള്ളാലോ, നല്ല സൂപ്പർ മുറിയാണല്ലോ എന്ന് പറയണം. പക്ഷെ എനിക്കിവിടെ വേണ്ട, എനിക്ക് ഷിയാമ്മയുടെ കൂടെ വന്നാൽ മതി എന്ന് പറയണം. അതേ മോള് പറഞ്ഞ ഈ ഷിയാമ്മ അനുസരിക്കും, മോളിപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക. അല്ല ഞാൻ പറയുന്നതുകൊണ്ട് മോൾക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് സങ്കടം ഷിയാമ്മയെന്ന് പറയണം. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, മോള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ അനുസരിക്കില്ലേന്ന് ചോദിക്കും. അനുസരിക്കാം, മോൾ ഇവിടെ നിൽക്കും കേട്ടോ, ഷിയാമ്മയെ ഇടയ്ക്കിടയ്ക്ക് വരാം മോളെ കാണാനായിട്ട്, അപ്പൊ വരുന്ന കഴിയുമ്പോൾ ചിപ്പൂനെയൊക്കെ കൊണ്ടുവരാന്ന് പറയണം. ഉറപ്പായിട്ടും കൊണ്ടുവരും എന്ന് പറയണം. അതുവരെ എല്ലാവരും പറയുന്നതൊക്കെ അനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ഇവിടെ കഴിയണം കേട്ടോ എന്ന് പറയണം. പിന്നീട് സൗദാമിനോട് പറഞ്ഞു, മോൾക്ക് എന്നെ എപ്പോഴും കാണണമെന്ന് തോന്നി ഒന്ന് വിളിച്ചാൽ മാത്രം മതി എന്ന് പറയാണ്. അതിനുശേഷം ഇഷിത ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഷിയാമയെന്നും വിളിച്ചുകൊണ്ട് ചിപ്പിമോൾ ഓടി അങ്ങോട്ട് വരുന്നത്. ഷിയാമ എന്നെയും കൂടെ കൊണ്ടുവന്നും പറഞ്ഞിട്ട് ഓടി വന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കുക. ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയിൽ ഇഷിത നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.